അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇതുവരെ ഇസ്രായേൽ, ഹമാസ്, ഇറാൻ തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല, വീഡിയോ ചെയ്യാറില്ല. കാരണം എനിക്ക് മടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ. കാരണം ഈ യുദ്ധത്തിൽ ഇടപെടാനോ ആ യുദ്ധം തന്ത്രപരമായി നിർത്തിപ്പിക്കാൻ രണ്ടു വിഭാഗത്തിൻ്റെ പക്ഷത്തായാലും ആക്രമിക്കപ്പെട്ടവനായാലും ആക്രമിയായാലും സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടതും അല്ലെങ്കിൽ ഇതിനൊരു തടയിടേണ്ടതും ലോകത്ത് ഈ വമ്പൻ രാഷ്ട്രങ്ങളുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നിലവിലുള്ള ഒരു അവസ്ഥ, നമുക്ക് അന്താരാഷ്ട്ര കോടതികളുണ്ട്, നമുക്ക് മനുഷ്യാവകാശ സംഘടനകളുണ്ട്, നമുക്ക് UN രക്ഷാസമിതിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇടപെടേണ്ട ഒരു രക്ഷാസമിതി, അതാണ് ഒരു വ്യവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ സ്വാഭാവികമായ ഓരോ നാടുകളിലും സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആ നാടിൽ നമ്മൾ ഓടിയെത്തുന്നത് അവിടുത്തെ നിയമ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അഥവാ കോടതികളെ സമീപിക്കുന്നു, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നു. പരസ്പരം അങ്ങനെ അടികൂടി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആരും കാത്തു നിൽക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഒന്നാമത്തത് ഈ ആധുനിക ലോകത്തിന് ഭൂഷണമല്ല. പഴയ കാട്ടാള ജീവിതത്തിലൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ മൈറ്റും അഥവാ റൈറ്റും. അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനുഷ്യാവകാശത്തിനാണ് പ്രാധാന്യമുള്ളത്, ശക്തിക്കല്ല. പണ്ട് മനുഷ്യൻ്റെ കരുത്തുകൾക്കാണ്. പണ്ടൊക്കെ മനുഷ്യൻ്റെ കൈക്കരുത്തുകൾക്കും മനുഷ്യൻ്റെ കയ്യേറ്റങ്ങൾക്കും സാധുതയുണ്ടായിരുന്ന, അതിക്രമങ്ങൾക്കൊക്കെ സാധുതയുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ കാട്ടാള യുഗം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ആ കാട്ടാള യുഗത്തെ പോലും ലജ്ജിപ്പിക്കുമാർ ഈ ആധുനിക ലോകത്ത് ഈ നിരപരാധികളായ കുഞ്ഞുങ്ങളെ യുദ്ധത്തിൻ്റെ പേരിൽ കൊന്നു തുടങ്ങിയിട്ട് മാസം 10 പിന്നിട്ടിട്ട് പോലും 56ഓളം വരുന്ന അറബ് രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിൽ ഇടപെടാൻ നിഷ്പക്ഷമായിട്ടുള്ള രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷാസമിതികൾക്കും നമ്മുടെ അന്താരാഷ്ട്ര കോടതികളും ഒക്കെ കേവലം നോക്കുകുത്തിയായിട്ട് നിലനിൽക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. അപ്പോൾ തന്നെ തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഹമാസ് എന്ന സ്വാതന്ത്ര്യ സമര സംഘടന. അവർ ഏറ്റുമുട്ടുന്നത് അവിടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും ആ മർദ്ദിത പക്ഷത്ത് പറയേണ്ടത് അത് നീതിയുടെ പക്ഷമാണ്, മനുഷ്യൻ്റെ പക്ഷമാണ് മർദ്ദിത പക്ഷം എന്ന് പറയുന്നത്. കാരണം അവർ ദുരാഷ്ട്രവാദത്തെ അംഗീകരിച്ചിട്ടുള്ളവരാണ് ഈ ഹമാസും ഫലസ്തീനികളും. എന്നാൽ കിട്ടിയിട്ടുള്ള ഒരു തുണ്ട് ഭൂമിയെങ്കിലും തങ്ങൾക്ക് സ്വസ്ഥമായും നിർഭയത്തോടെയും കൈവശം വെച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ തെമ്മാടി രാഷ്ട്രമായ ആ സയനിസ്റ്റ് രാഷ്ട്രം സമ്മതിക്കാതെ വന്നത് ഏകദേശം 1948 കാലം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 76ഓളം വർഷം പിന്നിട്ടിട്ട് പോലും ഇതുവരെയും ഈ ആധുനിക പരിഷ്കൃത ലോകത്ത് ഇതിനൊരു പരിഹാരമുണ്ടാക്കി ഈ പ്രശ്നങ്ങൾ തമ്മിൽ തീർക്കുന്നതിന് വേണ്ടി ആർക്കും കഴിഞ്ഞില്ല എന്നത് നിർഭാഗ്യകരമായ ഒരു സംഭവമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണർത്തുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് മാത്രമല്ല എല്ലാ മാന്യതയെയും എല്ലാ മര്യാദകളെയും കളഞ്ഞു കുളിച്ച് വെറും തോന്നിവാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ തെമ്മാടിത്തരവുമായി മുന്നോട്ട് പോകുന്ന ഈ ആ ഇസ്രായേലിന് മാന്യതയില്ല, മര്യാദയില്ല. ഒട്ടനേകം ഇറാനിലെ നേതാക്കളെയും ഹമാസിൻ്റെ നേതാക്കളെയും ഇതൊക്കെ ഒരു പ്രദേശത്തെ നേതാക്കളെ ഉന്മൂലനം ചെയ്ത് വധിച്ചത് കൊണ്ട് മാത്രം തീരുന്നതാണോ ഈ പ്രശ്നം? അപ്പോൾ കൂടുതൽ ഒരാളെ വധിക്കപ്പെട്ടാൽ കൂടുതൽ ആ പ്രശ്നം വഷളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എപ്പോഴും വഷളാക്കിക്കൊണ്ടിരിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം, അതാണ് ഈ യുദ്ധവുമായി നേരിട്ട് പങ്കില്ലാത്ത. നോക്കണം, സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയാറുണ്ട്, ലോകത്ത് എല്ലാ കാലത്തുമുണ്ട് സൈന്യങ്ങൾ ടു സൈന്യമാണ്, അഥവാ സോൾഡിയർ ടു സോൾഡിയർ. യുദ്ധം ചെയ്യേണ്ടത് പട്ടാളക്കാരുമായിട്ടാണ്, തുല്യശക്തികളോടാണ് ഏറ്റുമുട്ടേണ്ടത്. ഒരു ദുർബലൻ്റെ നേരേക്ക് പാഞ്ഞു ചെന്ന് ആ നിഷ്കരുണം ആ കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നൊടുക്കി അവിടുത്തെ പാർപ്പുകാരെ മുഴുവൻ ആട്ടിയോടിച്ച് അവിടുത്തെ സ്ത്രീകളെ മുഴുവനും ഇല്ലാതാക്കി, അതെന്ത് യുദ്ധമാണ്? അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത നേതാക്കന്മാരെ, ഇപ്പോൾ ഉദാഹരണം ഇസ്മായിൽ ഹനിയെ പോലെ, ഖാലിദ് സുലൈമാനിയെ പോലെ, അങ്ങനെ ഒട്ടനേകം ആളുകളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, യുദ്ധത്തിൽ ഒരു മര്യാദയും പാലിക്കാതെ
മനുഷ്യത്വത്തിൻ്റെ മര്യാദ പോലും പാലിക്കാതെ യുദ്ധം എന്ന ഒരേ ഒരു പേര് പറഞ്ഞ് ഈ സയനിസ്റ്റ് രാഷ്ട്രം ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തം ഇപ്പോൾ ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിക്കൊണ്ട് ഒന്നും കൂടെ ഈ പാശ്ചിമേഷ്യ സംഘർഷ കലുഷിതമാക്കിയിരിക്കുന്നത് ആരാണ്? ഈ സയനിസ്റ്റ് രാഷ്ട്രം. ആരുടെ ഒത്താശയോടുകൂടെ? US എന്ന് പറയുന്ന ആ സാമ്രാജ്യത്വവാദിയുടെ ഒത്താശയോടുകൂടെ, അഥവാ ബൈഡൻ്റെ ഒത്താശയോടുകൂടെ. അപ്പോൾ അതാ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അതവിടെ കൂടുതൽ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സയനിസ്റ്റ് രാജ്യങ്ങൾ. എന്തുകൊണ്ടെന്നാൽ സിമ്പതികൾ മുഴുവനും ഇപ്പോൾ ഫലസ്തീനികളോടും ഇറാനിനോടുമായി തീർന്നിരിക്കുന്നു. ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിനു ശേഷം ഒരിക്കലും ഇസ്മായിൽ ഹനിയയെ എങ്ങനെയാണ് കൊല്ലുന്നത്? ഇറാനിലേക്ക് അവിടുത്തെ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അതേ സമയത്ത് എന്തുമാത്രം മോശത്തരമാണ് ചെയ്തിട്ടുള്ളത്? അവരുടെ അതിഥിയെയാണ്. എന്തിനാണ് അവർ എല്ലാത്തിനെയും പ്രലോഭിപ്പിച്ച് നോക്കണം. അസമാധാന പ്രശ്നം ഉണ്ടാക്കി തീർക്കുന്ന ഈ രണ്ടു രാജ്യങ്ങൾ, അഥവാ ഈ സയനിസ്റ്റ് രാജ്യവും അതിന് പിന്തുണ നൽകുന്ന അമേരിക്കയും നോക്കണം, അതിനെതിരെ ശക്തിമത്തായിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളും യുവജന സമൂഹവും ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഭരണത്തിലിരിക്കുന്നവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയാവട്ടെ സ്വാഭാവികമായിട്ടും ഇറാനിന് എന്തു ചെയ്യുന്നു? ആവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങളൊക്കെ നൽകി അവരെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് പ്രത്യേകിച്ച് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും ഇറാൻ്റെ പറ്റത്തുണ്ട്. നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടുമുള്ള കരാറിൻ അടിസ്ഥാനത്തിൽ ഇറാനിൽ ആധുനികമായിട്ടുള്ള മിസൈലുകളും യുദ്ധോപകരണങ്ങളും എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ തോന്നിയതൊക്കെ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈഡൻ്റെ വക വിമാനവാഹിനി കപ്പലും മിസൈലുകളും ഒക്കെ ടൺ കണക്കിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഈ ബൈഡൻ ചെയ്യുന്നുമുണ്ട്. നോക്കണം, ഇപ്പോഴും ഞങ്ങളാണ് ലോകരക്ഷകർ എന്ന് പറഞ്ഞ് മേനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരാധമൻ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തെ നേരിട്ടിട്ട് പോലും ഇന്ന് അവൻ അടുത്ത ഊഴത്തിൽ രണ്ടാം ഊഴം ലഭിക്കാതെ പരാജിതനാണ് യഥാർത്ഥത്തിൽ ബൈഡൻ. എന്നിട്ട് പോലും ആ ഒന്നാം ഊഴത്തിൽ പോലും ഒരു മാനുഷികതയും പുലർത്താതെ മുന്നോട്ട് പോകുന്ന ഒരു നരാധമനെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിക്കും എന്നു തന്നെയാണ് ഇറാൻ. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അത് പറയുന്നത്. അതൊരു അനിവാര്യതയുമുണ്ട് ആ കാര്യത്തിൽ. കാരണം ഒരു രാഷ്ട്രത്തിൽ നിന്ന് അതിൻ്റെ പ്രധാന അതിഥി ആ രാഷ്ട്രത്തിൻ്റെ അകത്തു കടന്ന് മൊസാദിൻ്റെ നിന്ദ്യമായ പ്രവർത്തനം വഴി കൊല്ലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് അവരോട് ന്യായമായ രീതിയിൽ പ്രതികാരം ചെയ്യാൻ തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ ഇവിടെ അവരെ ശിക്ഷിക്കേണ്ടതിന് UN ബാധ്യസ്ഥരുമാണ്. ഇവിടെ ആ UN അത് ചെയ്യാത്ത പക്ഷം സ്വാഭാവികമായിട്ടും ഇത് ചെയ്യും. മാത്രമല്ല വെറും ശിഖണ്ഡി മാത്രമായിട്ടുള്ള ജോർദാൻ രാജാവിൻ്റെ പ്രതിനിധി ജോർദാനിൽ നിന്ന് വിദേശകാര്യമന്ത്രി 20 കൊല്ലത്തിനു ശേഷം ഇറാനിലെത്തിയിട്ട് യുദ്ധം ചെയ്യണ്ടടോ, ഇസ്രായേലിനെ യുദ്ധം ചെയ്യണ്ടടോ, ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യണ്ടടോ എന്ന് പറയാൻ വേണ്ടി ഒരു ശിഖണ്ഡിയെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്ന ഖേദകരമായ വാർത്തയും നാം ഈ ആഴ്ച കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആൺകുട്ടികളോട് ആ വക കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.